മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജിയുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി എന്താണ് പറയുന്നത്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ്? ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന ലേസിനെസ് എന്ന് പറയുന്ന ഒരു എനർജിയാണ്. അതോടൊപ്പം തന്നെ എലോൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എനർജിയും കൂടി വന്നിരിക്കുന്നു. ഓക്കെ, ചില വ്യക്തികൾ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നു. ചില വ്യക്തികൾ ജീവിതം മടുത്തു എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഒന്നിനോടും താല്പര്യമില്ല, എല്ലാം അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിൽ മടുത്തു, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ആ ഒരു എനർജിയിൽ മുന്നോട്ട് പോകുന്നതായും കാണുന്നു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 6, 10, 1, 6, 9, 2, 17, 8, 10, 9. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ്? ലവേഴ്സിൻ്റെ കാർഡാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. ഓക്കെ, ഇവിടെ ചില വ്യക്തികൾ ഇവിടെ റിലേഷനുമായി ബന്ധപ്പെട്ട് ലവേഴ്സിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. മാനസികമായും ചില ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്നു. നിങ്ങളെ ഫൂളാക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തി, അത് ഹസ്ബൻഡ് ആകാം, വൈഫാകാം, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തികളാകാം, നിങ്ങളെ വിഡ്ഢിയാക്കിയിരിക്കുന്നു. അത് സൗഹൃദമാകാം. ഓക്കെ, നിങ്ങളെ വിഡ്ഢിയാക്കി മുന്നോട്ട് പോകുന്നത് കൊണ്ട് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആ ഒരു ഭാരം വർദ്ധിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില കുഴികളിലേക്ക് തള്ളിയിട്ടതായി കാണുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ മറച്ചു വെച്ച് അവർ ചില കാര്യങ്ങൾ ചെയ്തതായി കാണുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയം നല്ല രീതിയിലുള്ള ഭാരം ചുമക്കുന്നതായി കാണുന്നു. മനസ്സ് ജഗ്ലിംഗ് സിറ്റുവേഷനിലായിട്ട് കാണുന്നു. ചില വ്യക്തികൾ ഇവിടെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ വിവാഹമോ മറ്റെന്തെങ്കിലും സെലിബ്രേഷനോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് ഭാരങ്ങൾ ചുമക്കുന്നതായി കാണുന്നു. ചിലപ്പോൾ മക്കളുടെ വിവാഹത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കാം ഒരുപാട് ഭാരം തോന്നുന്നു. ഒന്നുകിൽ നിങ്ങൾക്കിപ്പം പുതുതായിട്ട് എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരിക്കാം, ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേ ചൊല്ലിയൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികമായും മാനസികമായും നിങ്ങൾക്ക് അതിനുള്ള സമയമോ കാര്യമോ ലഭിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഒരുപാട് ഭാരങ്ങൾ അനുഭവിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ എത്തുന്നതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾ നല്ലൊരു ജോലി നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി കണ്ടിട്ടുണ്ടായിരിക്കാം, ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ബാലൻസിങ് വരുന്നതിനെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. ആ ഒരു കാര്യം എപ്പോഴാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്, അതിനുള്ള സമയം എപ്പോഴാണ്? ദ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നു. ആ വീൽ ഓഫ് ഫോർച്യൂണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ഒരുപാട് ലേസിയായി മാറിയിരിക്കുന്നു. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒന്നിലേക്കും ചെന്ന് ചേരാതെ മടിച്ച് തളർന്നു നിൽക്കുന്നൊരവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതായി കാണുന്നു. ഓക്കെ, ഇവിടെ 9 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എപ്പോഴാണ് വന്നെത്തുന്നത്, അത് വന്നെത്തുമോ ഇല്ലയോ, അതിനുവേണ്ടി ഇനി കാത്തിരിക്കണമോ ഇല്ലയോ എന്നുള്ളത് ഓർത്തിട്ട് നിങ്ങൾ കുറേ വെയിറ്റിങ്ങിലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് അതിൽ അത്രത്തോളം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. സൈലൻറ്റ് സിറ്റുവേഷനാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഏത് സിറ്റുവേഷനാണോ അതിലെല്ലാം നിങ്ങൾ എഫേർട്ട് എടുത്ത് നിങ്ങൾ തളർന്നു പോയിരിക്കുന്നു. ഇനി എല്ലാം യൂണിവേഴ്സിലേക്ക് അർപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം നിങ്ങളുടെ മനസ്സ് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ജഗ്ലിംഗ് സിറ്റുവേഷനായി മാറുന്നുണ്ട്. നിങ്ങൾക്കതിൽ ഒരു തീരുമാനം എടുക്കുവാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ സൈലൻ്റ് ആണ് നിങ്ങളിപ്പോൾ കീപ്പ് ചെയ്യുന്നതായി കാണുന്നത്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഒരുപക്ഷെ നിങ്ങൾ ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലായിരിക്കാം, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഒരുപാട്
സന്തോഷിക്കുകയും അല്ലെങ്കിൽ സ്നേഹിക്കുകയൊക്കെ ചെയ്തിരുന്ന ചില സിറ്റുവേഷൻ, അത് ജോലി സ്ഥലമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ആ വ്യക്തികളിൽ നിന്നും നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ട് ഇത്രയും നാൾ നിങ്ങൾ അവർക്കൊരു ഒരു മാതൃകയായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രകാശമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളെ അന്ധകാരത്തിലേക്ക് മാറ്റിയിട്ടിട്ട് അവർ നിങ്ങളിൽ നിന്നും കടന്നു പോയിരിക്കുന്നതായി കാണുന്നു. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനെ ഇവിടെ ഓവറോൾ എനർജി ഇവിടെ കാണും. പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിരുന്നാലും പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളെ പിറകോട്ട് വലിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള മാനസിക ധൈര്യത്തെ ചോർത്തിക്കളയുന്നതായി കാണുന്നു. അതൊരു പക്ഷേ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളെ അന്വേഷിച്ചുള്ള യാത്രയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം. നിങ്ങൾക്കിപ്പോൾ മുന്നോട്ട് പോകുവാൻ പറ്റുന്നില്ല. കാരണം പഴയ കാര്യങ്ങളെ ഓർത്തോർത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ പലപ്പോഴും ഒന്നിനും ആക്ഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ മടിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് കടന്നു പോകുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ പ്രപഞ്ചശക്തി എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. 5 ഓഫ് കപ്പ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് മൊത്തവും ഒരു വേദനയുടെ കാർഡ് തന്നെയാണ്. കാരണം നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് എന്ന് യൂണിവേഴ്സിന് മനസ്സിലാവുന്നുണ്ട്. ആ വേദനയിൽ നിന്നും നിങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുക എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് മൂണിൻ്റെ എനർജിയാണ്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ചില പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സഡൻ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വരണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഏത് സിറ്റുവേഷനാണോ, ഈ സിറ്റുവേഷൻ്റെ മധ്യത്ത് നിങ്ങൾക്കൊരു സഡൻ ഗ്രോത്ത് നിങ്ങൾക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ വീണ്ടെടുത്തേ മതിയാകൂ. മാനസിക ആരോഗ്യം നിങ്ങൾ വീണ്ടെടുത്തില്ല എങ്കിൽ സാഹചര്യത്തെ നോക്കണം. എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്, എനിക്ക് കരഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളവർ പിന്നെ മുന്നോട്ട് നോക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ വാതിലുകൾ അടഞ്ഞിരിക്കുക തന്നെ ചെയ്യും, മുന്നോട്ട് പോകില്ല. നിങ്ങളുടെ മാനസിക ആരോഗ്യം വീണ്ടെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നോക്കുന്നത് നമ്മളല്ലേ. നമ്മളാണ് വെള്ളം കുടിക്കുന്നത്, നമ്മളാണ് ആഹാരം കഴിക്കുന്നത്, നമ്മൾ എക്സസൈസ് ചെയ്യുന്നു. എങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വരുന്നത്, മുന്നോട്ട് നടക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാനസിക ആരോഗ്യവും വളരെ പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് മൂണിൻ്റെ എനർജി പറയുന്നത് നിങ്ങളുടെ ജീവിത പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ശക്തമായി ഒന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങളിലേക്ക് ഒരു ഗ്രോത്ത് വന്നു ചേരുന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. 9 ഓഫ് പെൻറ്റിക്കിൾ. നിങ്ങൾക്ക് സാമ്പത്തികമുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ജോലി, പദവി, അംഗീകാരങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുവാനും എടുക്കുവാനും എല്ലാ ആൾക്കാരും നിങ്ങളുടെ ചുറ്റിനുമുണ്ടാകും. നിങ്ങൾക്കൊരു പ്രതികൂല സാഹചര്യങ്ങൾ, നിങ്ങൾക്കൊരു തോൽവി വരുന്ന സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിനുമുള്ളത് ആരൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും ചില വ്യക്തികൾ നിങ്ങളടുത്ത് വരുന്നുണ്ടെങ്കിൽ അവർ മാത്രമായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ സൗഹൃദം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സഹായിച്ച വ്യക്തികൾ, അല്ലെങ്കിൽ ഏത് സമയത്തും അവൈലബിൾ ആയിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കണ്ണുനീര് കണ്ടെന്ന് വരില്ല. ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കാൻ പോലും അവരായിരിക്കും ഇപ്പോൾ കാരണമായിരിക്കുന്നത്. സുഹൃത്തുക്കളായിരുന്നാലും ശരി തന്നെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ചില വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കുക, ആ വ്യക്തികളെ അവോയ്ഡ് ചെയ്യുക. നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും സാമ്പത്തികമായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് കടന്നു വന്ന വ്യക്തികളെ പൂർണ്ണമായും നിങ്ങൾ ഉപേക്ഷിക്കുക. അവർക്ക് വേണ്ടി ഇനിയും നിങ്ങൾ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ഗോളിലേക്ക് തിരിയുക. നിങ്ങളുടെ മാനസിക ബലത്തെ നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവന്ന് മുന്നോട്ട് പോകുക, ശക്തരായി തീരുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് നമ്മൾ പഠിക്കുന്നില്ല, വീണ്ടും നമ്മൾ അവിടെ തന്നെ നിൽക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കർമ്മയിലേക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ബാക്കി കർമ്മ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇല്ല, ഞാൻ ഇതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ എന്നെ സന്തോഷിപ്പിക്കണം, എനിക്കൊരു സക്സസ് വേണം, പ്രപഞ്ചശക്തി എൻ്റെ മുന്നിൽ പല രീതിയിലും എൻ്റെ മുന്നിൽ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട്
എനിക്ക് ഉയർത്തെഴുന്നേൽക്കണം. നിങ്ങൾ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവർ തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ച വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ, നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ, അങ്ങനെയുള്ള വ്യക്തികളെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ഉയർത്തെഴുന്നേറ്റേ മതിയാകൂ, ഇല്ലെങ്കിൽ വീണ്ടും കർമ്മയിലേക്ക് പെട്ടുപോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങൾ ജഗിൾ ചെയ്യുകയാണ്, നിങ്ങളുടെ മനസ്സ് മുന്നോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് പ്രപഞ്ചശക്തി നൽകുന്നതായിട്ടുള്ള പല അനുഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് കാണാതിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന് ഗ്രഹണം സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഗ്രഹണം സംഭവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കൂരി ഇരുട്ടാണ്. ആ ഇരുട്ടിലൂടെ നമുക്ക് കടന്നു പോകാൻ വ്യക്തമായി ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രപഞ്ചശക്തി പറയുന്നു, നിങ്ങളുടെ ലൈഫിലെ ഗ്രഹണത്തിൽ നിന്നും പുറത്തു വരുവേൻ. നിങ്ങളുടെ മനസ്സ് ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണ് നല്ലത്? ഞാൻ ഇതെടുക്കണമോ അതെടുക്കണമോ? ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ തുടരണമോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യണമോ? നിങ്ങളുടെ മനസ്സിങ്ങനെ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും ചെറിയൊരു ഹോപ്പ് കിട്ടുന്നത്. ആ ഹോപ്പ് നിങ്ങൾ വീണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും വെയിറ്റിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചശക്തി നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നിട്ട് നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഒരു ഓഫറും നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മാത്രം നോക്കി നിൽക്കുന്നു. ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യമില്ല എന്നുള്ള അതിലേക്ക് മാത്രം നോക്കി നിങ്ങൾ വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചശക്തി നൽകിയിരിക്കുന്നതായിട്ടുള്ള അനുഗ്രഹത്തെ നിങ്ങൾ വിട്ടുപേക്ഷിച്ചാണ് നിങ്ങൾ പോകുന്നത് എന്ന് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ തിരികെ വരിക, നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക എന്നാണ് ഇവിടെ പറയുന്നത്. അനുഗ്രഹങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉൾക്കാഴ്ച ക്ലിയർ ആക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ വേദനയെ ആദ്യം തുടച്ചു നീക്കുക. കണ്ണിൽ നമ്മൾ കണ്ണുനീര് മൂടി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വ്യക്തമായി ഒന്ന് വായിക്കുവാനോ കാണുവാനോ സാധിക്കില്ല. എപ്പോഴാണോ ആ കണ്ണുനീർ തുടയ്ക്കുന്നത്, ആ തുടയ്ക്കുന്ന സമയത്തായിരിക്കും നമുക്കത് ക്ലാരിറ്റി കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തതിന് കാരണം നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്ന വേദനകളും വിഷമങ്ങളുമാണ്. അതിനെ നിങ്ങളൊന്ന് തുടച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകേണ്ട വഴി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കും. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്പനേരത്തേക്കെങ്കിലും നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മനസ്സിൽ അല്പം സന്തോഷം സൃഷ്ടിക്കുക. വരുന്നില്ലായിരിക്കും, പക്ഷേ നിങ്ങളൊന്ന് അഭിനയിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ അഭിനയം നിങ്ങൾക്ക് അഫർമേഷനായി തീരുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും നിങ്ങളെ ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ ശക്തമായ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും അവിടെ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ആർക്കുമല്ല, ചില വ്യക്തികളെങ്കിലും നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളെ ശക്തമായ മനസ്സോടുകൂടി നിങ്ങൾ നേരിട്ട് വിജയിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിലേക്ക് ഒരു വലിയ അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നു. ഒരു സൂര്യനാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. മജീഷ്യൻ്റെ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങളിലേക്ക് അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹമാണ് വന്നു ചേരുന്നത്. 3 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളെ വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഹീലാകുന്നില്ലായിരിക്കും നിങ്ങളുടെ മനസ്സിനെ. നിങ്ങളോട് പല വ്യക്തികളും നിങ്ങളോട് അനീതി കാണിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ആ ഒരു കാര്യം നിങ്ങൾക്ക് വിട്ടുകളയാൻ കഴിയാതെ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും യൂണിവേഴ്സ് നിങ്ങളെ എത്രത്തോളം മുറിവേൽപ്പിച്ചോ ആ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ജസ്റ്റിസ് നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ ബന്ധിച്ചിരുന്നതായിട്ടുള്ള തടഞ്ഞിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളെയും നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കൊണ്ട് നിങ്ങൾ നേരിടാൻ പോകുന്നു. ഏസ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു കാര്യവും നിങ്ങൾക്ക് പോകാൻ സാധിക്കാതെ നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ചിങ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് ഒരു ആക്ഷനും എടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ തടഞ്ഞിരുന്നതായിട്ടുള്ള എന്ത് പ്രതികൂല സാഹചര്യമാണെങ്കിലും അതിനെ തുരത്തി ഓടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.
നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹം വന്നു ചേരും. പക്ഷേ അതിനെന്താണ് വേണ്ടത്? നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ഒരു സ്റ്റെപ്പ് വെക്കണം. നിങ്ങളുടെ കണ്ണുനീരൊന്ന് തുടയ്ക്കണം. നിങ്ങൾ കണ്ണുനീർ തുടച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നിലുള്ളതെന്തെന്ന് ക്ലിയറായിട്ട് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്കറിയണ്ടേ മുന്നിൽ കുഴിയാണോ അതോ നല്ല റോഡാണോ എന്നുള്ള കാര്യം. അപ്പോൾ അതറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണം. ആ തുടയ്ക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കണം. അതിന് മറ്റൊന്നുമല്ല, നമ്മളുടെ കൈ ഉപയോഗിച്ച് തന്നെയാണ് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കേണ്ടത്. എങ്കിൽ മാത്രമായിരിക്കും നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് വരുന്നത്, നമുക്ക് ന്യായം ലഭിക്കുന്നത്, നമുക്കൊരു ഗ്രോത്ത് ലഭിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദയം വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചശക്തി പറയുന്നു, നിങ്ങളുടെ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുവിൻ. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഒരുപാട് വിഷമങ്ങളിൽ കൂടിയാണ് നിങ്ങൾ കടന്ന് പോകുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി വഴികാട്ടിയാകുന്നു എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ മാനസികമായും ശാരീരികമായും തളർന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് എന്ത് മുന്നോട്ട് പോകുന്നതിനും തടസ്സങ്ങൾ മാത്രമാണെങ്കിൽ, അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ജോലി സംബന്ധമാണെങ്കിലും നിങ്ങൾക്ക് തടസ്സങ്ങൾ മാത്രമാണെങ്കിൽ, ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹം നൽകുന്നു. നിങ്ങൾ ചില കാര്യങ്ങൾ റിസീവ് ചെയ്യുവാൻ പോകുന്നു. നിങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് നിങ്ങളുടെ ജോലിയാകാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾക്ക് പണ്ട് മുതലേ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചില സൗഹൃദങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നു. ഒരു റൊമാൻറ്റിക്, പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു റൊമാൻറ്റിക് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതിലുപരി പ്രപഞ്ചത്തിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഈ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് എന്ത് ഗൈഡൻസ് ആണ് എൻ്റെ വ്യൂസിന് പ്രപഞ്ചശക്തി നൽകുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ലെറ്റ് ഇൻ ഗോ. ഓക്കെ, ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുക. നിങ്ങളുടെ കണ്ണുനീർ തുടച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹീലിംഗ് സംഭവിക്കണം. ഹീലിംഗ് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യണം. ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യാതെ നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന മാനസികാവസ്ഥയിൽ ഒരു ദീർഘശ്വാസം വിടാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല. ആ ഭാരമാണ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കല്ല് പോലെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ആ കല്ലിനെ ഒന്ന് പുറത്തേക്ക് കളയണമെങ്കിൽ നിങ്ങളൊന്ന് ദീർഘശ്വാസം വിട്ടെങ്കിൽ മാത്രമേ ഒരു ആശ്വാസം നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ വിട്ടുകളയുക. എങ്കിൽ മാത്രമാണ് പ്രപഞ്ചത്തിലേക്ക് സറണ്ടർ ആകുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾ പ്രപഞ്ചത്തിലോട് സറണ്ടർ ആകുക. ദീർഘശ്വാസം എടുത്ത് ഞാൻ എൻ്റെ പ്രപഞ്ചത്തിലേക്ക്, ഞാൻ എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ സറണ്ടർ ചെയ്ത് ഞാൻ ഫ്രീ ആകുന്നു എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു ആശ്വാസം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നേരിടും. ഓക്കെ, അപ്പം പ്രപഞ്ചത്തിനായി നിങ്ങൾ ഒരുക്കി കൊടുക്കുക. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി അവസരങ്ങളെ ഒരുക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് രണ്ട് റോഡിൽ കുഴിയാണോ റോഡാണോ എന്ന് നമുക്ക് അറിയില്ല എന്നുള്ളത്. ആ കണ്ണുനീർ നിങ്ങളൊന്ന് നല്ല രീതിയിൽ തുടച്ചെങ്കിൽ മാത്രമേ ഈ ഇടയ്ക്കുള്ള കുഴിയിൽ നിന്ന് നമ്മുടെ കാല് വയ്ക്കാതെ നമ്മൾ ശരിയായ സ്ഥലത്ത് നമുക്ക് കാല് വയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീരിനെ നിങ്ങൾ തുടയ്ക്കുക. ഞാൻ വിജയിക്കും, ഞാൻ അനുഗ്രഹം പ്രാപിക്കും, പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം എന്നിലേക്ക് വരും, ഞാൻ ഇപ്പോൾ നേരിടുന്ന എന്ത് തന്നെയാണെങ്കിലും അത് വിജയമായി തീരും, ഞാൻ വിജയിക്കും, ശത്രുക്കളുടെ മുമ്പിൽ ഞാൻ വിജയിക്കും എന്ന് തന്നെ നിങ്ങൾ ഒന്ന് പറയുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം വന്നു ചേരും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.